നമ്മളപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരു സഹായത്തിനായിട്ട് നമ്മളെല്ലാം ചേർന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇന്നോവയ്ക്കകത്താണ് കൊണ്ടുപോകാനാണ്. പക്ഷെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അതിലുപരി നമ്മളെ ഈ ഒരു ഒന്നും ചിന്തിക്കാതെ തന്നെ ഈ ഒരു കളക്ടിംഗ് പോയിന്റ് ജബിലാൽ അൽസാബ് നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ വണ്ടി വെറൈറ്റി മാർബിൾസ്, അതുപോലെ ഈ സിയാദക്കായും ഒരുപാട് പേര്, ഒരുപാട് നല്ല മനസ്സുള്ളവർ നമ്മളോട് ഇപ്പോഴും ഈ നിമിഷവും നിങ്ങൾ പോയോ, നിങ്ങൾ എപ്പോഴേ എത്തുന്ന ആ രീതിയിൽ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ മനുഷ്യരോടൊക്കെയുള്ള സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്തായാലും നമുക്ക് ഇനി പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മള് വയനാട്ടിലേക്കുള്ള സാധനമായിട്ട് നാസർ മാലിക്കാട് എത്തിയിരിക്കുകയാണ്. നാസർ മാലിക്ക എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് കഴിഞ്ഞ വട്ടം പ്രളയകാലത്തെല്ലാം ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നാസർ മാലിക്ക എന്താ നമ്മൾ വയനാട്ടിൽ പ്ലാൻ ചെയ്യുന്നത്? 16-ാം തീയതി ഇവിടെ പോകും, 17-ാം തീയതി നമ്മളവിടെ എത്തിക്കും. നമ്മളെ കൊല്ലത്ത് കനകപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ മനുഷ്യസ്നേഹികൾ കൊടുക്കുന്ന ഈ സാധനം നമുക്ക് 54 വീടുകളുണ്ടാവും, അവർക്ക് എത്തിച്ചു. ഈ സഹജീവികൾക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യര് നമ്മളോടൊക്കെ ചേർന്ന് നിന്നിട്ടാണ് ഇത്രയും സാധനങ്ങളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്വത്തോടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.